ഹലോ. ഇപ്പം നെല്ലിക്ക വളരെ സുലഭമായി കിട്ടുന്നൊരു സമയമാണ്. അപ്പം നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു നെല്ലിക്ക അച്ചാർ തയ്യാറാക്കാം. അപ്പം ഞാനിവിടെ 1.5 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി ഒരു 5 മിനിറ്റ് ആവി കയറ്റിച്ചെടുക്കാം. ഏത് അച്ചാറിടുമ്പോഴും വെള്ളം ചേർക്കരുത്. ഗ്രേവിയുടെ ആവശ്യാനുസരണം നമ്മൾ എണ്ണയും വിനീഗറും മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പുളി ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഓരോ ഇലകളായിട്ട് നമുക്കതൊന്ന് അടർത്തിയെടുക്കാം. പ്രത്യേകമായി ശ്രദ്ധിക്കുക, ഇരുമ്പ് കത്തി വെച്ച് നിങ്ങൾ ഒരിക്കലും ഇത് അടർത്തിയെടുക്കരുത്. നെല്ലിക്കയിൽ നിറയെ കറ പിടിക്കും. നനവില്ലാത്ത കൈ വെച്ചിട്ട് വേണം, നനവില്ലാത്ത കൈ മാത്രമല്ല നല്ല വൃത്തിയുള്ള കൈ വെച്ചിട്ട് വേണം നമ്മൾ നെല്ലിക്ക അടർത്തിയെടുക്കാനായിട്ട്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതേപോലെ പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് നെല്ലിക്ക കിട്ടും. ഇപ്പോഴൊക്കെ നമുക്ക് നെല്ലിക്ക വളരെ വിലക്കുറവിന് കിട്ടുന്നൊരു സമയമാണ്. കാരണം നെല്ലിക്ക ധാരാളമായിട്ട് വരുന്നൊരു സമയമാണ്. അതുകൊണ്ട് നമുക്ക് അധികം റേറ്റൊന്നും കൊടുക്കാതെ നമുക്ക് നെല്ലിക്ക കിട്ടും. അപ്പോൾ നമ്മൾ ഈ സമയം പാഴാക്കാതെ കുറച്ചധികം നെല്ലിക്ക നമ്മൾ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നെല്ലിക്കയുടെ സീസൺ അല്ലാത്ത സമയത്ത് നെല്ലിക്ക അച്ചാർ കഴിക്കാം. അപ്പോൾ നമ്മുടെ നെല്ലിക്ക എല്ലാം അടർത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അത് അച്ചാറിടാം. അപ്പോൾ ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണയാണ് നല്ലത്. ഏത് അച്ചാറിടുമ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ മൊത്തം നമുക്കൊരു 300 ഗ്രാം നല്ലെണ്ണ വേണം. അതിൽ നമ്മൾ 200 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ചധികം വേപ്പില നമുക്ക് വറുത്തെടുക്കാം. കരിയാതെ വറുത്തെടുക്കണം. കുറച്ചധികം എത്ര വേപ്പില എത്ര കൂടിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നല്ല ഗുണമാണ് അതിന്. ഇനി നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 25 ഗ്രാം കടുക് ഇട്ട് കൊടുക്കുക. കൂടെ നമ്മൾ പച്ചമുളക് നേരിയതായിട്ട് അരിഞ്ഞത് ഒരു 10 എണ്ണം ഇട്ട് കൊടുക്കുക. ഒരു 50 ഗ്രാം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. വെള്ളത്തിൻ്റെ അംശം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. ഒരു 100 ഗ്രാം വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിക്ക് ഇഞ്ചിക്കൊക്കെ ഇപ്പോൾ വളരെ വില കൂടുതലാണ്. പക്ഷെ അത് നല്ലതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ അച്ചാറിന് നല്ല ഗുണമാണ്, നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി പൊടികളാണ് ചേർക്കാനുള്ളത്. ഫ്ലെയിം സിമ്മിലിടുക. 2 സ്പൂൺ വറുത്ത് പൊടിച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 2 സ്പൂൺ കായംപൊടി ചേർത്ത് കൊടുക്കാം. നല്ല കായംപൊടി ചേർക്കണേ. 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക കൂടുതലുള്ളതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ബാക്കിയുള്ള എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എരിവുള്ള മുളക് പൊടി ചേർക്കാറില്ല. ഇനി ഉപ്പിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം, നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എന്തോരം വേണം നമുക്കറിയാം, അതനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന വേപ്പില ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് കടുക് പരിപ്പ് ചേർത്ത് കൊടുക്കുക. അച്ചാറിൽ വെള്ളം ചേർക്കാൻ പാടില്ല. അതുകൊണ്ട് വിനീഗർ നമ്മൾ ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി, ആ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് മുന്നേ കുറച്ച് കായംപൊടിയും കൂടി വിതറിയിട്ട് നമുക്ക് പതുക്കെ ഒന്ന് എല്ലായിടത്തും ആവുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ എണ്ണ മുകളിൽ നിൽക്കുന്ന രീതിയിൽ ആയാൽ മാത്രമേ നമ്മുടെ അച്ചാർ ഒത്തിരി നാൾ ഇരിക്കുകയുള്ളൂ, പൂപ്പൽ പിടിക്കാതെ. അതനുസരിച്ച് നിങ്ങൾ എണ്ണ ചേർക്കുക. അച്ചാർ ചൂടാറിയതിന് ശേഷം അത് ജാറുകളിലാക്കുക. അതിന് ശേഷം ആ ചട്ടിയിൽ ആ ഗ്രേവിയെല്ലാം നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കണം. ചൂടാക്കിയ എണ്ണ ചൂടാറിയതിന് ശേഷം ഗ്രേവി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഓരോ ജാറിലെയും അച്ചാറിൻ്റെ മുകളിലേക്ക് എണ്ണ മുകളിൽ നിൽക്കുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക. എത്ര നാളിരുന്നാലും അച്ചാർ കേടാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു വെറൈറ്റി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.